വിശിഷ്ട അതിഥിയായി ബഹുമാനപ്പെട്ട മുൻ DGP ഡോക്ടർ അലക്സാണ്ടർ ജേക്കബ് IPS എത്തിച്ചേർന്നിരിക്കുകയാണ്. നമുക്ക് എല്ലാവർക്കും അദ്ദേഹത്തെ സ്നേഹത്തോടെ ആദരവോടെ ഈ വേദിയിലേക്ക് സ്വീകരിക്കാം. അതോടൊപ്പം തന്നെ മറ്റു വിശിഷ്ട വ്യക്തികളായ ഫാദർ ആന്റണി കുട്ടിമംഗലം, ശ്രീ കുര്യാക്കോസ് ആന്റണി, മറ്റു വിശിഷ്ട വ്യക്തികളെയും വേദിയിലേക്ക് സ്വാഗതം ചെയ്യുന്നു. എല്ലാവർക്കും എൻ്റെ വിനീതമായ നമസ്കാരം. നമ്മുടെ യോഗം ആരംഭിക്കുകയാണ്. നമ്മുടെ ഇന്നത്തെ വിശിഷ്ട വ്യക്തികളെ ആദരവും സ്നേഹത്തോടെ ഒരിക്കൽ ഈ വേദിയിലേക്ക് സ്വാഗതം ചെയ്യുന്നു. അപ്പോൾ നമ്മുടെ കുട്ടികളെ എണീച്ച് പോകുന്നത് കൈയടിച്ച് ഈശ്വര പ്രാർത്ഥനയായിട്ട് നമ്മുടെ സ്കൂളിലെ കുട്ടികളെ തന്നെ ക്ഷണിക്കും. സെൻറ് സ്കൂളിൽ വെച്ച് നടത്തുന്ന ഒന്നാമത് പരിപാടികളിൽ എല്ലാ തലമുറയിലും ഞാൻ മാർഗനിർദ്ദേശം നൽകുകയും ഞങ്ങളുടെ കൂടെ സ്കൂൾ മാനേജർ ഫാദർ ആന്റണി കുട്ടികളുടെ രക്ഷകാണി പരിപാടികളിൽ അധ്യക്ഷ സ്ഥാനത്തായിരിക്കുന്നു. ഫാദറിനെ എൻ്റെ പേരിൽ ഗ്രൂപ്പിനെ ഞാൻ സ്വാഗതം ചെയ്യുന്നു. സ്ഥാപനത്തെക്കുറിച്ച് കൂടുതൽ ആവശ്യമില്ല. കേരള സംസ്ഥാനത്ത് DGP ആയിട്ട് അദ്ദേഹം ഈ നമ്മുടെ പരിപാടിയുടെ ഉദ്ഘാടനത്തിന് അദ്ദേഹത്തെ കിട്ടിയത് നമുക്ക് വളരെ അദ്ദേഹത്തെ ഈ വേദിയിലേക്ക് വേറെ യാതൊരു ഞാൻ സ്വാഗതം ചെയ്യുന്നു. ശ്രീ കുര്യാക്കോസ് ആന്റണി സാർ സ്കൂളിന് 100% വിജയം നേടിയെടുക്കുവാൻ അധ്യാപകരുടെയും വിദ്യാർത്ഥികളുടെയും കൂടെ ഏറെ പ്രയത്നിച്ച അദ്ദേഹത്തിന് ഈ വേദിയിലേക്ക് ഞാൻ സ്വാഗതം ചെയ്തു. ശ്രീ സാമൂഹ്യ സഞ്ചാരി സ്റ്റേഷൻ PTA പ്രസിഡന്റ് സ്കൂളിന്റെ പുരോഗതിക്കായി പ്രവർത്തിച്ചുകൊണ്ടിരിക്കുന്ന അദ്ദേഹത്തെ വളരെ ബഹുമാനത്തോടെ ഞാൻ ഈ വേദിയിലേക്ക് സ്വാഗതം ചെയ്തു. ഒന്നാമത് ഗ്രൂപ്പ് അംഗങ്ങൾ കേരള ഗവൺമെന്റ് സർവീസിൽ അംഗത പങ്കെടുക്കുന്ന ഞങ്ങളുടെ അംഗങ്ങളായ ശ്രീമതി എൽസമ്മയെ ഞാൻ ഈ സംഘത്തിലേക്ക് സ്വാഗതം ചെയ്തു. ഒന്നാമത് ഗ്രൂപ്പ് രാഷ്ട്രീയ മേഖലയിൽ മികവ് തെളിയിച്ച ശ്രീ ജിജുമോളെ ഈ വേദിയിലേക്ക് സ്വാഗതം ചെയ്തു. ഒന്നാമത് ഗ്രൂപ്പ് അംഗവും ഈ പരിപാടിയിൽ പങ്കെടുക്കുന്നതായ ശ്രീ ഗീതാബേനോട് ഈ വേദിയിലേക്ക് സ്വാഗതം ചെയ്തു. സ്റ്റാഫ് സെക്രട്ടറി ശ്രീമതി കൃഷ്ണപ്രിയ ടീച്ചറെ ഈ വീട്ടിലേക്ക് സഹർഷം സ്വാഗതം ചെയ്തു. കൂടാതെ പരീക്ഷയിൽ കൂടുതൽ വിജയം കലർത്താൻ എല്ലാ പ്രശ്നങ്ങളും മോശമായ സാഹചര്യം ഒന്നാണ് നമ്മുടെ കൂട്ടായ്മയിൽ അംഗമായ ശ്രീ മൈക്കിൾ CM ക്ഷണിക്കുന്നു. വേദിയിലിരിക്കുന്ന വിശിഷ്ട വ്യക്തിത്വങ്ങളെ, എന്നെ ദൂരത്തും ചാരത്തുമായി ശ്രമിക്കുകയും വീക്ഷിക്കുകയും ചെയ്യുന്ന ബഹുമാനികൾ,
1986-87 ബാച്ചിലെ പൂർവ്വ വിദ്യാർത്ഥികളുടെ കൂട്ടായ്മയാണ് ഒന്നാണ് നമ്മൾ. കേരളത്തിനകത്തും പുറത്തും വിദേശ രാജ്യങ്ങളിലുമായി പടർന്ന് പന്തലിച്ച് കിടക്കുന്ന ഒന്നാണ് നമ്മൾ എന്ന കൂട്ടായ്മ കഴിഞ്ഞ വർഷങ്ങളിൽ നിരവധി പ്രവർത്തനങ്ങൾ ഈ സ്കൂളിലും ഈ പരിസരത്തും ഈ പ്രദേശത്തും നടത്തുകയുണ്ടായി. ആ നടത്തിയ പ്രവർത്തനങ്ങളൊക്കെ ഈ സ്കൂളിന്റെ വികസനത്തിനും ഈ പ്രദേശത്തിന്റെ വികസനത്തിനൊക്കെ സഹായകരമായി തീർന്നിട്ടുണ്ട് എന്ന് അഭിമാനത്തോടുകൂടി പറയുവാൻ ഞങ്ങൾ ആഗ്രഹിക്കുകയാണ്. അതിലേറ്റവും പ്രധാനപ്പെട്ട ഒരു കാര്യമാണ് ഞങ്ങൾ എല്ലാ വർഷവും നടത്തി വരാറുള്ള ജൂൺ 19 വായനാ ദിനത്തിൽ ഞങ്ങൾ പഠിച്ച ഈ സ്കൂളിൽ നിന്നും ഉന്നത വിജയം കരസ്ഥമാക്കിയ മക്കളെ ആദരിക്കുവാനും അവരുടെ അംഗീകാരത്തിന് അതിൻ്റെതായ വില കൽപ്പിക്കുവാനും എല്ലാ വർഷവും ഞങ്ങൾ നടത്തി വരാറുള്ള പരിപാടി ഈ വർഷവും ഞങ്ങൾ മികവുറ്റ രീതിയിൽ നടത്തുവാൻ പരിശ്രമിക്കുകയാണ്. ഇന്നീ ദിവസം വേദിക് സിവിൽ സർവീസ് ക്ലബിന്റെ ഉദ്ഘാടനം ഇവിടെ നിർവഹിക്കപ്പെടുകയാണ്. അതോടൊപ്പം തന്നെ ചേർത്തല ലയൺസ് ക്ലബുമായി ചേർന്നുകൊണ്ട് ഒരു പുസ്തക അലമാരയും ആ അലമാര നിറച്ച് പുസ്തകവും നാളെയുടെ വാഗ്ദാനങ്ങളായി ഈ കലാലയത്തിലെ കുട്ടികൾ ഉയർന്നു വരുവാൻ വേണ്ടി ഇവിടെ ഇന്ന് സമ്മാനിക്കപ്പെടുകയാണ്. അതോടൊപ്പം തന്നെ ഞങ്ങൾ ഒന്നാണ് നമ്മളുടെ കൂട്ടായ്മയിൽ നിന്നും ഉദ്യോഗ പദവിയിൽ ഉന്നത ശ്രേണിയിലെത്തിയ നെൽസമ്മയെ അനുമോദിക്കുവാൻ ഞങ്ങൾ ഈ സമയം വിനിയോഗിക്കുമ്പോൾ ആ കൂട്ടത്തിൽ തന്നെ മണ്ണിനോട് മല്ലിട്ട് മണ്ണിന്റെ മകളായി മണ്ണിൽ നിന്ന് സ്വർണം വിളയിക്കുന്ന കോട്ടയത്തിന്റെ പ്രിയപുത്രി കർഷക ശ്രീ അവാർഡ് ജേതാവുമായ നമ്മുടെ പ്രിയങ്കരി ജിതയെ അനുമോദിക്കുവാനും ഞങ്ങൾ ഈ സമയം വിനിയോഗിക്കുകയാണ്. പ്രിയമുള്ളവരെ, ഏറ്റവും വലിയ സന്തോഷം പ്രദാനം ചെയ്യുന്നത് ഈ പരിപാടിയെല്ലാം ഉദ്ഘാടനം ചെയ്യപ്പെടുന്നത് നമ്മുടെ കേരളത്തിന്റെ മുൻ DGP ഡോക്ടർ അലക്സാണ്ടർ ജേക്കബ് IPS അവറുകളാണ്. അദ്ദേഹത്തെ കുറിച്ച് തന്റെ നാവിൻ തുമ്പിൽ ഇട്ടമ്മാനമാണ് കേരള മക്കളെ, കേരള ജനതയെ, അവരുടെ കുടുംബ ജീവിതത്തിന്റെ പുതിയ അന്തരീക്ഷത്തെ ക്രമപ്പെടുത്തുന്നതിൽ അദ്ദേഹം വഹിച്ചിട്ടുള്ള പങ്ക് ലോകത്തിലെ ഏത് വിഷയത്തെക്കുറിച്ചും അത് ഭൂമിക്കുള്ളിലെ ഏത് വിഷയത്തെക്കുറിച്ചും ആധികാരികമായി സംസാരിക്കുവാൻ കഴിവുള്ള ഒരു വലിയ ഒരു വ്യക്തിത്വത്തിന്റെ ഉടമയാണ് നമ്മുടെ ജേക്കബ് സാർ. അദ്ദേഹത്തിന്റെ മോട്ടിവേഷൻ ക്ലാസുകളിലൂടെ ഒട്ടനവധി കുട്ടികളാണ് വളർന്നു വന്നിട്ടുള്ളത്. അദ്ദേഹത്തിന്റെ പ്രഭാഷണം കേൾക്കുക എന്ന് പറഞ്ഞാൽ അത് തന്നെ വലിയൊരു അനുഗ്രഹമാണ്. ആ അനുഗ്രഹമാണ് നമുക്ക് ലഭിക്കുവാൻ പോകുന്നത്. പ്രിയമുള്ളവരെ, എല്ലാ പരിപാടികളും വിജയപ്രദമാക്കി തീർക്കുവാൻ ജഗദീശ്വരനോട് പ്രാർത്ഥിച്ചുകൊണ്ട് എന്റെ ആമുഖ പ്രഭാഷണം അവസാനിപ്പിക്കുകയാണ്. നന്ദി, നമസ്കാരം. അടുത്തതായിട്ട് അധ്യക്ഷ പ്രസംഗത്തിനായി സെന്റ് ആന്റണീസ് ഹൈസ്കൂൾ മാനേജറായ ഫാദർ ആന്റണി ഗുരുമോഹൻ അച്ഛനെ ക്ഷണിക്കുന്നു. ഈ മീറ്റിംഗിന്റെ ഉദ്ഘാടകനായ ശ്രീ അലക്സാണ്ടർ ജേക്കബ് സാർ, വേദിയിലിരിക്കുന്ന വിശിഷ്ട അതിഥികളെ, പ്രിയ മാതാപിതാക്കന്മാരെ, അധ്യാപകരെ, സ്നേഹമുള്ള കുട്ടികളെ, ഇന്നേ ദിവസം വായനാ ദിനമായിട്ടാണ് നമ്മൾ കൊണ്ടാടുന്നത്. ഈ വായനാ ദിനത്തിൽ ഒന്നാണ് നമ്മൾ കൂട്ടായ്മ വളരെ ഗംഭീരമായിട്ട് ഇന്നത്തെ ഈ ദിവസം ആഘോഷമാക്കുവാനായിട്ട് നമ്മളിവിടെ ഒരുമിച്ച് കൂട്ടിയിരിക്കുകയാണ്. അതോടൊപ്പം തന്നെ വിവിധ പരിപാടികളിലൂടെയാണ് ഈ ദിനം മനോഹരമാക്കുവാനായിട്ട് പരിശ്രമിക്കുകയും ചെയ്യുക. വായിച്ചു വളരുക, ചിന്തിച്ച് വിവേകം നേടുക എന്നുള്ളതാണ് ഈ വായനാ ദിനത്തിൽ പ്രത്യേകമായിട്ട് നമ്മൾ അനുസ്മരിക്കുക. നമുക്കറിയാം, ഇന്നത്തെ കാലഘട്ടത്തിൽ വായനയേക്കാൾ കൂടുതൽ
മറ്റു തരത്തില് അറിവ് നേടുവാനായിട്ട് നമ്മുടെ കുടുംബത്തിലുമെല്ലാം ഏറ്റവും ശ്രേഷ്ഠമായ മക്കളായി നമുക്ക് മാറുവാനായിട്ട്, നല്ല പൗരന്മാരായി മാറുവാനായിട്ട് ഈ ദിവസം സാധ്യമായി തീരട്ടെ എന്നുള്ളത് പ്രത്യേകമായിട്ട് നിങ്ങളെ ഓർമ്മിപ്പിക്കുന്നു. ഇന്ന് നമ്മുടെ എല്ലാവരുടെയും ഏറ്റവും ആകർഷമായിട്ടുള്ളത് നമ്മുടെ പ്രിയപ്പെട്ട ശ്രീ അലക്സാണ്ടർ ജേക്കബ് സാറാണ്. സാറിന്റെ പ്രഭാഷണം അല്ലെങ്കിൽ സാറിന്റെ മോട്ടിവേഷൻ ക്ലാസ്സുകൾ ഏറ്റവും അനുഗ്രഹീതപ്രദമാണ്. നമ്മുടെ കുട്ടികൾക്ക് ഇന്ന് ലഭിക്കാവുന്ന ഏറ്റവും വലിയ ഒരു അനുഗ്രഹവുമാണ് ഈ ഒരു സാറിന്റെ ക്ലാസ് ലഭിക്കുക എന്നുള്ളത്. നമ്മുടെ കുട്ടികൾ അതിലൂടെ കൂടുതൽ പ്രബുദ്ധരാകാനായിട്ട്, അവരുടെ ജീവിതത്തെ കൂടുതൽ വളർത്തുവാനായിട്ട്, കൂടുതൽ മോട്ടിവേറ്റ് ചെയ്യാനായിട്ട് ഈ അവസരം ഉപയോഗപ്പെടുത്തുവാനായിട്ട് നിങ്ങളെ ഓരോരുത്തരെയും ആഹ്വാനം ചെയ്യുന്നു. ഇന്ന് അവാർഡുകൾ കുട്ടികൾക്ക് പങ്കുവെക്കുന്നുണ്ട്, അല്ലെങ്കിൽ അത് വിതരണം ചെയ്യുന്നുണ്ട്. നമ്മൾ പഠിച്ച് വളർന്നതിൻ്റെ ആ ഒരു മഹത്വമാണ് ഈ അവാർഡിലൂടെ കാണിച്ചു നൽകുക. ഈ അവാർഡ് എല്ലാത്തിൻ്റെയും പൂർത്തീകരണമല്ല, അത് നമ്മുടെ ജീവിതത്തിൻ്റെ തുടക്കമാണ് എന്ന് കണ്ടുകൊണ്ട് അതിൽ നമുക്ക് അഭിമാനിക്കുവാനായിട്ട്, അതോടൊപ്പം തന്നെ കൂടുതൽ വളരാനായിട്ട് ഈ അവാർഡുകൾ സാധ്യമായി തീരട്ടെ എന്ന് നിങ്ങളെ ഓർമ്മിപ്പിക്കുന്നു. ഇന്നത്തെ ഈ ദിവസം മനോഹരമാക്കുവാനായിട്ട് ഒന്നാണ് നമ്മൾ എന്നുള്ള കൂട്ടായ്മ ചെയ്ത എല്ലാ ത്യാഗത്തിനും, അവരുടെ കാണിക്കുന്ന ഈ സ്കൂളിനോട് കാണിക്കുന്ന എല്ലാ സ്നേഹത്തിനും, അവരുടെ ആത്മാർത്ഥമായ സഹകരണത്തിനും പ്രത്യേകമായിട്ട് ഒന്നാണ് നമ്മൾ കൂട്ടായ്മയെ അനുമോദിച്ചുകൊണ്ട് ഞാൻ എൻ്റെ വാക്കുകൾ ഉപസംഹരിക്കുന്നു. നിങ്ങൾക്ക് എല്ലാവർക്കും നന്ദി. വളരെയധികം നന്ദി അച്ഛാ. അടുത്തതായിട്ട് ബഹുമാനപ്പെട്ട മുൻ DGP ഡോക്ടർ അലക്സാണ്ടർ ജേക്കബ് IPS സാറിനെ കുറിച്ച് 2 വാക്കുകൾ. 1955 മെയ് 25 പത്തനംതിട്ട ജില്ലയിലെ തുമ്പമണ്ണിൽ അധ്യാപകരായ PD ജേക്കബിന്റെയും മറിയാമ്മ ജേക്കബിന്റെയും മകനായി ജനിച്ചു. രസതന്ത്രത്തിൽ ബിരുദം, തുടർന്ന് ഇംഗ്ലീഷ് ചരിത്രം, പൊളിറ്റിക്കൽ സയൻസ്, സോഷ്യോളജി എന്നീ വിഷയങ്ങളിൽ ബിരുദാന്തര ബിരുദവും ഇംഗ്ലീഷ് സാഹിത്യത്തിൽ ഡോക്ടറേറ്റ് ബിരുദവും നേടി. പത്രപ്രവർത്തകനായി ഔദ്യോഗിക ജീവിതം ആരംഭിച്ചു. പിന്നീട് മാർ ഇവാനിയോസ് കോളേജിൽ അധ്യാപകനായി ജോലി ചെയ്തു. 1982 മുതൽ ഇന്ത്യൻ പോലീസ് സർവീസിൽ, കേരള പോലീസിലെ ഡയറക്ടർ ജനറലായി ജയിൽ ഡിസ്ട്രിക്ട് സെക്ഷന്റെ ചുമതലയിൽ എത്തി. പിന്നീട് കേരള പോലീസ് ഹൗസിംഗ് കൺസ്ട്രക്ഷൻ കോർപ്പറേഷന്റെ മാനേജിംഗ് ഡയറക്ടറായി ചുമതലയേറ്റു. കേരള പോലീസിൽ നിന്ന് DGP-ആയി വിരമിച്ചു. 2024 കൃത്യമായ സേവനത്തിലുള്ള രാഷ്ട്രപതിയുടെ പോലീസ് മെഡലും 2011 രാഷ്ട്രപതിയുടെ വിശിഷ്ട സേവാ മെഡലും ലഭിച്ചിട്ടുണ്ട്. ഇപ്പോൾ വേദിക IAS അക്കാദമിയുടെ ഡീൻ കൂടിയാണ്. സാറിനെ ഉദ്ഘാടന കർമ്മത്തിനായി സ്വാഗതം ചെയ്യുന്നു. വേദിയിൽ ഉപഭോക്തായ ശ്രേഷ്ഠ വ്യക്തികളെ, 86-87 ക്ലാസ്സിലെ ഇവിടെ ഒന്നാം നമ്മൾ രീതിയിൽ ഒത്തുകൂടിയിരിക്കുന്ന കോളേജ് സ്റ്റുഡൻസ്, പ്രിയപ്പെട്ട വിദ്യാർത്ഥി സുഹൃത്തുക്കളെ, രക്ഷകർത്താക്കളെ, ഞങ്ങളുടെ വിശ്വാസപ്രകാരം മാർത്തോമാ ശ്ലീഹായുടെ പാദസ്പർശമേറ്റ കോക്കമംഗലം പ്രദേശത്ത് വരാനും അവിടുത്തെ പള്ളിയിൽ പ്രസംഗിക്കാൻ എനിക്ക് അവസരം കിട്ടിയിട്ടുണ്ട്. ഇപ്പോൾ ഇവിടെ ഈ സ്കൂളിൽ വരുന്നത് വളരെ സന്തോഷമുള്ള ഒരു കാര്യമാണ്. എന്നെ 3-4 കാര്യങ്ങളാണ് ഏൽപ്പിച്ചിരിക്കുന്നത്. അതിലാദ്യത്തേത് വൺ സ്കൂൾ 1 IAS പ്രോജക്റ്റ്, വേദിക IAS അക്കാദമി പ്രോജക്റ്റിൻ്റെ ഉദ്ഘാടനമാണ്. എന്താണ് ഈ 1 സ്കൂൾ 1 IAS? എൻ്റെ ദേശത്ത് 11 സ്കൂളുണ്ട്. അതിൽ 10 സ്കൂളിൽ നിന്നും ഒറ്റ IAS-കാരനോ IPS-കാരനോ ജയിച്ചിട്ടില്ല. ഞാൻ പഠിച്ച സ്കൂളിൽ ഞാൻ ഒരു IPS-കാരൻ വന്നു. എനിക്ക് മുമ്പോ എനിക്ക് ശേഷമോ ഒരു IAS IPS ആ സ്കൂളിൽ ഉണ്ടായിട്ടില്ല. എല്ലാ സ്കൂളിലും IAS എടുക്കാൻ കഴിവുള്ള കുട്ടികളുണ്ട്. ആ കുട്ടികൾക്ക് സമയത്ത് കാര്യങ്ങൾ പറഞ്ഞു കൊടുക്കാനും ആ കുട്ടിയെ ഗൈഡ് ചെയ്യാനും കഴിഞ്ഞാൽ ഏത് കുട്ടിക്കും IAS-ലെത്താം. ഇന്നിവിടെ അവാർഡ് വാങ്ങിക്കാൻ വന്ന കുട്ടികൾ അവാർഡുകളുടെ തരംതിരിക്കാൻ, ഈ അവാർഡ് വാങ്ങിക്കുന്ന ഓരോ കുട്ടിക്കും IAS പാസ്സായി കളക്ടർ ചീഫ് സെക്രട്ടറി ആവാൻ കഴിവുള്ള വ്യക്തിയാണ്, അല്ലെങ്കിൽ IFS പാസ്സായി ഇന്ത്യയുടെ അംബാസഡർ ആവാൻ കഴിവുള്ള വ്യക്തിയാണ്. പക്ഷെ ആ കുട്ടികൾ എന്തുകൊണ്ടാവുന്നില്ല എന്ന് ചോദിച്ചാൽ അത് സമയത്ത് പറഞ്ഞു കൊടുക്കാൻ കഴിയുന്നില്ല എന്നുള്ളത് കൊണ്ടാണ്. അതുകൊണ്ടാണ് വേദിക IAS അക്കാദമി ഇങ്ങനെ 1 സ്കൂൾ 1 IAS പ്രോജക്റ്റ് ഉണ്ടാക്കിയിട്ടുള്ളത്. ഈ സ്കൂളിൽ പഠിച്ച ജെയിംസ് വേദിക് ഞങ്ങളുടെ ഒരു ഡയറക്ടറാണ്. അദ്ദേഹത്തിനാണ് ഈ സ്കൂളിൽ തുടങ്ങണം എന്ന് വലിയ ആഗ്രഹം.
അങ്ങനെയാണ് ഇന്ന് ഈ വേദിക് അക്കാഡമിയുടെ 1-1 IAS കോഴ്സ് ഉദ്ഘാടനം ചെയ്യുന്നത്. ഒരു ആദ്യത്തെ സ്റ്റെപ്പ് എന്ന് പറയുന്നത് ഒരു മനുഷ്യന് ഈ ഭൂമി ജയിക്കുമ്പോൾ വിജയിക്കാൻ ഒരു 4-5 മേഖലയിൽ ഈശ്വരൻ കഴിവ് കൊടുത്തിട്ടുണ്ട്. ഞങ്ങളുടെ ചെറുപ്പത്തിൽ ഇത് കണ്ടെത്താൻ മാർഗം ഉണ്ടായിരുന്നില്ല. ഇപ്പോൾ 15 കൊല്ലത്തിന് മുമ്പ് ശാസ്ത്രം ഒരു പരീക്ഷ നിർമ്മിച്ചു, സൈക്കോളജിക്കൽ ആപ്റ്റിറ്റ്യൂഡ് ടെസ്റ്റ്. നമ്മളൊരു കമ്പ്യൂട്ടർ മുമ്പിൽ പോയിരുന്ന 150 ചോദ്യത്തിന് ഉത്തരം എഴുതി കഴിയുമ്പോൾ കമ്പ്യൂട്ടർ ടൈപ്പ് ചെയ്ത് കാണിക്കും ഈ അറ്റൻഡ് ചെയ്ത കുട്ടിക്ക് ജീവിതത്തിൽ താഴെ പറഞ്ഞ മേഖലയിൽ വിജയിക്കാൻ പറ്റും എന്ന്. അതിലൊരു മേഖല ആ കുട്ടി തിരഞ്ഞെടുത്താൽ ആ കുട്ടി ജീവിതത്തിൽ വലിയ ഉയരങ്ങളിൽ എത്തിച്ചേരും. നിങ്ങൾ ഇൻഡിപെൻഡൻ്റായിട്ട് ഒരു ഇൻസ്റ്റിറ്റ്യൂട്ടിൽ പോയി ടെസ്റ്റ് ചെയ്യാൻ പോയാൽ 2000 രൂപയാണ് ഇപ്പോഴത്തെ ചാർജ്. പക്ഷെ വേദിക് IAS അക്കാഡമിയിൽ ചേർന്ന് IAS പഠിക്കുന്ന കുട്ടികൾക്ക് ഒരു ഫീസും ഇല്ലാതെ വേദിക് അക്കാഡമി സൗജന്യമായി ഈ പരീക്ഷ നടത്തിയ കുട്ടിക്ക് കൊടുക്കും. അപ്പോൾ ആ കുട്ടിക്ക് അറിയാൻ ജീവിതത്തിൽ വിജയിക്കാൻ ഈശ്വരൻ കഴിവുള്ള മേഖല ഏതൊക്കെയാണ്. രണ്ടാമതായ കുട്ടിക്ക് സ്കോളർഷിപ്പിലേക്ക് രൂപ കൊടുക്കുകയാണ്. 8ാം ക്ലാസ് മുതൽ 12ാം ക്ലാസ് വരുമ്പോഴേക്കും 65 സ്കോളർഷിപ്പുണ്ട്. 8ാം ക്ലാസ് മുതൽ സ്കോളർഷിപ്പ് കിട്ടിയ മാസം 5000 രൂപ കിട്ടും. 10ാം ക്ലാസ് മുതൽ സ്കോളർഷിപ്പ് കിട്ടിയ മാസം 8000 രൂപ കിട്ടും. സയൻസ് ടാലൻറ്റോ ടാലൻറ്റ് സർച്ചോ പരീക്ഷ പാസ്സായി കഴിഞ്ഞാൽ നമുക്ക് പഠിക്കാനുള്ള പൈസ സർക്കാർ തരും. അങ്ങനെ അച്ഛൻ്റെ അമ്മയുടെ ഒരു പൈസ വാങ്ങിക്കാതെ സ്വന്തം സ്കോളർഷിപ്പ് കൊണ്ട് പഠിക്കുക വലിയൊരു അംഗീകാരമാണ്, വലിയൊരു സാറ്റിസ്ഫാക്ഷനാണ്. അതുപോലെ തന്നെയാണ് ഒളിമ്പ്യാഡ്. 4 ഒളിമ്പ്യാഡുകളാണ്. സയൻസ് ഒളിമ്പ്യാഡ്, മാത്സ് ഒളിമ്പ്യാഡ്, ഫിസിക്സ് ഒളിമ്പ്യാഡ്, ഇംഗ്ലീഷ് ഒളിമ്പ്യാഡ്. തിരുവനന്തപുരം റൗണ്ടിൽ പോകുമ്പോൾ തന്നെ 35,000 സമ്മാനമാണ്. ഡൽഹി റൗണ്ടിൽ പോകുമ്പോൾ 1,00,000 രൂപ സമ്മാനമാണ്. ഇന്റർനാഷണൽ റൗണ്ടിൽ പോയാൽ 15 ലക്ഷം രൂപയുടെ സമ്മാനം. ഇവിടേക്ക് ഏത് കുട്ടിക്കും ഇത് സാധിക്കും. പക്ഷെ ഒളിമ്പ്യാഡിൽ പോകുന്നത് എങ്ങനെയാണ്, അതിന് ടീം ഉണ്ടാക്കുന്നത് എങ്ങനെയാണ്, ആ കുട്ടിക്കോ മാതാപിതാക്കൾക്കോ അറിയില്ല. അതുകൊണ്ട് ആ കുട്ടിക്ക് പോകാൻ പറ്റുന്നില്ല. നമ്മൾ ഈ സ്കൂളിൽ നിന്ന് ഒളിമ്പ്യാഡ് ടീം ഉണ്ടാക്കി തിരുവനന്തപുരത്തും ഡൽഹിയിലൊക്കെ പോയി ഒളിമ്പ്യാഡിന് സമ്മാനം കഴിച്ച് തിരിച്ചു വരണം. അപ്പോൾ ഈ സ്കോളർഷിപ്പ് കുട്ടികളെ പഠിപ്പിക്കുകയാണ് അടുത്ത സ്റ്റേജ് എന്ന് പറയുന്നത്. 3ാമത്തെ സ്റ്റേജ് എന്ന് പറഞ്ഞാൽ 10ാം ക്ലാസ് കഴിഞ്ഞാൽ ഒരു കുട്ടിക്ക് വഴിതിരിയാൻ 200 മാർക്കുണ്ട്. 200 മാർക്ക്. പക്ഷേ സാധാരണ ഒരു സ്കൂളിൽ ചെന്ന് നിങ്ങൾക്ക് ജീവിതത്തിൽ ആരായിരുന്നു ചോദിച്ചാൽ ഒരു 10-15 പേര് പറയും കുട്ടികൾ. പിന്നെ കുട്ടിക്ക് അറിഞ്ഞൂടാ. സ്കൂൾ ടീച്ചേഴ്സോട് ചോദിച്ചാലോ ആ പേര് 25 പേര് വരും. അതിനെപ്പുറത്ത് അവർക്ക് ഓർമ്മണ്ട. അപ്പോൾ 10ാം ക്ലാസ് പഠിക്കുന്ന കുട്ടി ജീവിതത്തിൽ വഴിതിരിയാനുള്ള 200 ജോലികൾ അല്ലെങ്കിൽ 200 മാർക്ക് എന്തൊക്കെയാണെന്ന് കണ്ടെത്തി അതിലേക്ക് തിരിയണം. 10ാം ക്ലാസ്സിൽ വളരെ പ്രധാനപ്പെട്ട തീരുമാനമാണ് എന്താ ഏത് ഗ്രൂപ്പുണ്ടെന്ന്. കേരളത്തിൽ 12 ഗ്രൂപ്പുണ്ട്. ബയോ മാത്സ് ഉണ്ട്, ബയോളജി ഗ്രൂപ്പുണ്ട്, മാത്സ് ഗ്രൂപ്പുണ്ട്, ഇങ്ങനെ 12 ഗ്രൂപ്പാണ്. അതുകൊണ്ട് ഈ സെന്റ് ആന്റണീസ് സ്കൂളിൽ നിന്ന് നിരവധി വലിയ IASകാരെ ഉണ്ടാവട്ടെ എന്നും അങ്ങനെ ഉണ്ടായ ആളുകളിലൂടെ ഈ ലോകത്തിൽ വലിയ സർവീസ് കിട്ടുമെന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് വേദിക് IAS അക്കാദമിയുടെ ഇവിടുത്തെ 1 IAS പ്രോജക്റ്റ് സസന്തോഷം ഉദ്ഘാടനം ചെയ്യുന്നത് ഞാൻ പ്രഖ്യാപിക്കുന്നു. ഇതിൻ്റെ വളരെ കാതലായ ഭാഗം ഇന്ന് വായനാ ദിനമാണ്. വായനാ ദിനം ആചരിക്കുന്ന മഹാനായ ഒരു വ്യക്തിയുടെ പേരിലാണ്. കേരളത്തിലെ 16,000 ലൈബ്രറികളിൽ ഒരു 4,000-ഓളം ലൈബ്രറി സ്ഥാപിച്ച വലിയൊരാളായിരുന്നു. ഞാനതിൻ്റെ ഒരുപാട് നോക്കിയത്. ഞങ്ങളുടെ നാട്ടിൽ 3 ലൈബ്രറി ഉണ്ടാകാൻ കാരണപ്രദമായത് ആ വരവാണ്. ഇവിടെ പഠിക്കുന്ന കുട്ടികൾ എന്താണ് ഈ വായന, എങ്ങനെയാണ് ഈ വായന ഉണ്ടായത് എന്ന് ചെറുതായിട്ടെങ്കിലും അറിഞ്ഞിരിക്കണം. 36,000 വർഷത്തിന് മുമ്പ് മനുഷ്യരുടെ തലച്ചോറിൽ ഒരു മ്യൂട്ടേഷൻ ഉണ്ടായി. ആ മ്യൂട്ടേഷനിലൂടെയാണ് മനുഷ്യന് സംസാരിക്കാൻ പറ്റുന്നത്. തലച്ചോറുണ്ടായ മ്യൂട്ടേഷനാണ് ഫ്രണ്ടൽ ലോബിൽ ഉണ്ടായത്. അതുവരെ മനുഷ്യന് സംസാരിക്കാൻ പറ്റില്ല. മൃഗങ്ങളുടെ പറയുമ്പോഴോ അല്ല കോർട്ടിനെ കാണിച്ചോ അല്ല ശബ്ദം വായിക്കൊണ്ടിരുന്നു. പക്ഷേ 36,000 വർഷത്തിലുള്ള മ്യൂട്ടേഷൻ വന്നപ്പോൾ മനുഷ്യൻ വാക്കുകൾ ഉണ്ടാക്കി. ആ വാക്കിനെ ഓരോരോ സാധനങ്ങളുടെ പേര് പറഞ്ഞ് കണക്ട് ചെയ്യാൻ പറ്റി. 36,000 സംസാരിച്ചുകൊണ്ടിരിക്കുന്ന മനുഷ്യൻ ഒരു 6,000 കൊല്ലത്തിന് മുമ്പ് ഈ സംസാരത്തെ എഴുതി സൂക്ഷിക്കേണ്ടത് എങ്ങനെയാണ് കണ്ടെത്തി. അവിടെയാണ് 6 സ്ഥലത്തുണ്ടായ വിപ്ലവകരമായ മാറ്റം. അതിലേറ്റവും ആദ്യം ഉണ്ടായത് ഈജിപ്തിലാണ്. ഈജിപ്തിൽ അവർ ഹിരോഗ്ലിഫിക്സ് എന്ന് പറയുന്ന ഒരു അക്ഷരമാല കണ്ടുപിടിച്ചു. ലോകത്തിൽ ഓരോ സാധനങ്ങൾ നിർവഹിച്ചായി പ്രഖ്യാപിക്കട്ടെ. രണ്ടാമത്തെ ജോലി അവാർഡ് ദാനമാണ്.
ഞാൻ SLCക്കും പ്ലസ് ജില്ലാതലത്തിൽ സ്കൂളിലൊക്കെ റാങ്കാണ്. ഒരു മനുഷ്യൻ ഒരു സമ്മാനം തന്നിട്ടില്ല. പക്ഷേ ഇത് നിങ്ങളുടെ കാലം എത്തിയപ്പോൾ 10ാം ക്ലാസ്സിലെ മാർക്ക് കാണിച്ച കുട്ടികളെ ഇവിടെ വരുത്തി സമ്മാനം കൊടുക്കുക. ഈ സമ്മാനം വാങ്ങിക്കുന്ന കുട്ടികൾ മനസ്സിലാക്കുക, നിങ്ങൾ ഈ സ്കൂളിലെ ഏറ്റവും മിടുക്കരായ കുട്ടികളാണ്. നിങ്ങൾക്ക് അച്ചീവ് ചെയ്യാൻ പറ്റാത്ത ഒന്നും ഈ ഭൂമിയിലില്ല. ഏത് ലക്ഷ്യം നിങ്ങളിട്ടാലും നിങ്ങളെ തടയാൻ ഭൂമിയിൽ ഒരു ശക്തിക്കും പറ്റില്ല. ഈശോ പറഞ്ഞാലല്ല പറയാൻ പറ്റിയത്. അപ്പോൾ നിങ്ങളുടെ ഏറ്റവും മിടുക്കരായ കുട്ടികളായതുകൊണ്ട് നിങ്ങളുടെ മെഡൽ വായിക്കുമ്പോൾ തീരുമാനിക്കണം, എനിക്ക് ജീവിതത്തിൽ ഇന്നതായി തീരണം. അങ്ങനെ നിങ്ങൾ ഈ ഹോളിൽ സമ്മാനമായിട്ടുള്ള തീരുമാനം എടുത്താൽ ഒരു 10 കൊല്ലം കഴിയുമ്പോൾ 12 കൊല്ലം കഴിയുമ്പോൾ നിങ്ങൾ ഉദ്ദേശിച്ച കസര നിങ്ങൾ പോയിരിക്കും. അതിൻ്റെ ഉത്തേജനമാണ് ഇന്ന് നിങ്ങൾ കിട്ടുന്ന ഈ അവാർഡ്. പക്ഷേ സമ്മാനം വാങ്ങിക്കൊണ്ട് 20ആയിരിക്കും. പക്ഷേ ഹോളിലിരിക്കുന്ന 1000 കുട്ടികളാണ്. എന്തിനാണ് നിങ്ങളെ കാണിച്ചുകൊണ്ട് സമ്മാനം കൊടുക്കുന്നത് നിങ്ങൾക്കറിയാമോ? നിങ്ങൾക്ക് മനസ്സിൽ തോന്നാം, ഇന്ന് അവൻ വാങ്ങിച്ച് അടുത്ത കൊല്ലം ഞാൻ ഇവിടെ കയറി വാങ്ങിക്കും എന്നൊരു മനസ്സിൻ്റെ ഉറപ്പാണ്. തോമസൺ എന്ന് പറയുന്ന വിശ്വപ്രസിദ്ധനായ ഒരു നീന്തൽത്താരമുണ്ടായിരുന്നു. 26 ഒളിമ്പിക്സ് ഒന്നുള്ളത് വാങ്ങിച്ച മനുഷ്യനായിരുന്നു. ഓസ്ട്രേലിയയിലെ മെൽബൺ ഒളിമ്പിക്സിൽ തോമസൺ നീന്തി ഗോൾഡ് മെഡൽ വാങ്ങിച്ചു. ഗോൾഡ് മെഡൽ വാങ്ങിച്ചോണ്ട് ഇറങ്ങി വരുമ്പോൾ ഉദ്ദേശിച്ച വലിയ ലെവലിൽ എത്തിച്ചേരാം. ഇനി നിങ്ങൾക്ക് വ്യക്തിപരമായി എന്നോടൊരു സംശയം ചോദിക്കാനോ എന്നിൽ നിന്ന് സഹായം വേണമെന്ന് ആഗ്രഹമുണ്ടെങ്കിൽ എൻ്റെ ഫോൺ നമ്പർ എഴുതിയെടുത്തോ. 9447030894. ഒന്നുകൂടെ പറയാം, 9447030894. നിങ്ങൾ ഫോൺ ചെയ്യുമ്പോൾ എൻ്റെ ഫോൺ സ്വിച്ച് ഓഫ് ആണെങ്കിൽ ഞാൻ എവിടെയെങ്കിലും പ്രസംഗിക്കണം. ഞാനിപ്പോൾ ഓഫ് ചെയ്തിട്ടിരിക്കുക പ്രസംഗിക്കാം. ഇത് നിങ്ങൾക്ക് നേരിട്ട് വിളിക്കേണ്ട ആവശ്യമൊന്നുമില്ല. ആ നമ്പറിലോട്ട് വാട്സപ്പിൽ നിങ്ങളുടെ സംശയം എഴുതി അയച്ചാൽ ഞാൻ നിങ്ങൾക്ക് തിരിച്ച് സംശയം വാട്സപ്പിലൂടെ അയച്ചുതരാം. അതുകൊണ്ട് പഠിക്കുന്ന കുട്ടികൾ ഇന്ന് ഇവിടുത്തെ വലിയ തുടക്കം വായനാ ദിനത്തിന് ആദ്യകൂടി വായിക്കാൻ പഠിക്കാം. വേദിക IAS അക്കാദമി 1 സ്കൂൾ 1 IASലൂടെ 1 സ്കൂൾ 1 IAS വേണ്ട മക്കളെ 4 IAS അടിച്ചാൽ നമുക്ക് വളരെ കൃത്യമായിട്ട് പാസ്സാകുന്നത്. അതുകൊണ്ട് വേദിക IAS അക്കാദമി 1 സ്കൂൾ 1 IAS വാദനാ ദിന ആചരണവും ഇവിടുത്തെ ലയൺസ് ക്ലബിന്റെ അലമാരിയുടെ ഉദ്ഘാടനവും ഇവിടുത്തെ സമ്മാനം വായിക്കുന്ന കുട്ടികൾക്ക് വിവരമുള്ള എല്ലാ ആശംസകളും നമ്മുടെ ഡെയിലി വാക്കുകൾ സമർപ്പിക്കുന്നു. നമസ്കാരം. വളരെ നല്ല സന്ദേശം നൽകിയ സാധ്യതയോടെ നന്ദി. ഇനി നമ്മുടെ ഉദ്ഘാടന കർമ്മത്തോടനുബന്ധിച്ച് ദീപം തെളിയിക്കുകയാണ്. സ്കൂളുകൾക്കായി വേദിക IAS അക്കാദമി തികച്ചും സൗജന്യമായി പഠനത്തോടൊപ്പം തന്നെ മത്സര പരീക്ഷകൾക്കും ഒരുങ്ങുന്നതിനായി 1 സ്കൂൾ 1 IAS എന്ന പദ്ധതി പ്രകാരം ഈ സ്കൂളിന് വേദിക് സിവിൽ സർവീസ് ക്ലബ്ബ് ആരംഭിച്ചു കഴിഞ്ഞിരിക്കുന്നു. ഇനി നമ്മൾ അടുത്തതായിട്ട് വായന പ്രോത്സാഹിപ്പിക്കാനായിട്ട് എന്ന ലക്ഷ്യത്തോടെ ലയൺസ് ക്ലബ് ഓഫ് ചേർത്തല കൊയർലാൻഡ് നിർമ്മിച്ചു നൽകുന്ന പുസ്തക അലമാരയുടെ ഉദ്ഘാടനമാണ് നടക്കാൻ പോകുന്നത്. അടുത്തതായിട്ട് നമ്മൾ എക്സെപ്ഷണൽ അച്ചീവ്മെൻറ്റ് അവാർഡ് 2024. ആദ്യമായിട്ട്
10ാം ക്ലാസ്സിൽ 100% പൊൻതിളക്കം കൈവരിച്ച സെന്റ് ആന്റണീസ് ഹൈസ്കൂളിലെ പ്രധാന അധ്യാപകൻ ശ്രീ കുര്യാക്കോസ് ആന്റണിയെ ക്ഷണിക്കുന്നു. അടുത്തതായിട്ട് ഒന്നാണ് നമ്മൾ ഗ്രൂപ്പിൻ്റെ തുടക്കക്കാരിയും ഡെപ്യൂട്ടി ഡയറക്ടർ കേരള സ്റ്റേറ്റ് ഓഡിറ്റ് ഡിപ്പാർട്ട്മെൻറ്റിൽ ഉദ്യോഗസ്ഥയുമായ ശ്രീമതി എസ് എൽസമയെ ക്ഷണിക്കുന്നു. അടുത്തതായിട്ട് ഒന്നാണ് നമ്മൾ ഗ്രൂപ്പിലെ മണ്ണിൻ്റെ മകളായ ശ്രീമതി ജിജിമോളിനെ ക്ഷണിക്കുന്നു. വരണ്ടു കിടക്കുന്ന മണ്ണിന് വെള്ളവും വളവും നൽകി ധാന്യങ്ങളും പച്ചക്കറിയും ഉൽപ്പാദിപ്പിക്കുന്ന ഒരു കർഷകയാണ് ശ്രീമതി ജിജിമോൾ. നമ്മുടെ 10ാം ക്ലാസ്സിലെ 100% വിജയത്തോടൊപ്പം പൊൻതിളക്കമാർന്ന് നിൽക്കുന്ന 10 വിദ്യാർത്ഥികൾ ഫുൾ എപ്ലസോടുകൂടിയുണ്ട്. അവർക്കുള്ള അനുമോദന ചടങ്ങാണ് വേദിയിൽ നടക്കാൻ പോകുന്നത്. ആദ്യമായിട്ട് കെവിൻ സേവ്യർ. അടുത്തത് മാധവ് പി. മണികണ്ഠൻ പി ആർ. കൃഷ്ണാർച്ചന വി കെ. മിഥുന രാജേഷ്. ജ്യോതിരാദിത്യ ആർ. ആൻഡ് അനന്തനാരായൺ പി എസ്. son of Jacob Sebastian. Jissa Joey, daughter of Joey Lee. Suryadas DJ, son of T.P. Govish. Navini Dinesh, daughter of Dinesh Kumar. അടുത്തതായി നോയൽ സെബാസ്റ്റ്യൻ, സൺ ഓഫ് സജീവിയ. അടുത്തത് ജോണി ജെയ്സ് ആന്റണി, ഡോക്ടർ ഓഫ് ആന്റണി ജോസഫ്. അഞ്ജന രാമാനന്ദൻ, ഡോക്ടർ ഓഫ് വിജയശ്രീ ജി നായർ. അഭിരാമി ജയചന്ദ്രൻ, ഡോക്ടർ ഓഫ് ജയചന്ദ്രൻ. ടീന തോമസ്, ഡോക്ടർ ഓഫ് തോമസ് ലീ. ഇന്നലെ വിജയത്തിലെത്തിയ ഒന്നാം നമ്പർ കൂട്ടായ്മയിലെ മുഴുവൻ കുട്ടികളെയും സ്കൂളിൽ നിന്ന് ഫുൾ എ പ്ലസ് മേടിച്ച മുഴുവൻ വിദ്യാർത്ഥികളെയും ഞങ്ങൾ നന്ദിയോടെ സ്മരിക്കുന്നു. ഇന്ത്യയിലെ തന്നെ എല്ലാ സ്കൂളിലെയും എല്ലാ വിദ്യാർത്ഥികൾക്കും ഒരു സിവിൽ സർവീസ് ട്രെയിനിങ് നൽകുക എന്ന ലക്ഷ്യത്തോടു കൂടി, മികച്ച വിദ്യാഭ്യാസ ലക്ഷ്യമാക്കുക എന്ന ലക്ഷ്യത്തോടു കൂടി ഒരു നല്ല കരിയർ തിരഞ്ഞെടുക്കാനായിട്ട് എല്ലാ വിദ്യാർത്ഥികളെയും സഹായിക്കാൻ ലക്ഷ്യത്തോട് തുടങ്ങിയ ഒരു അക്കാദമിയാണ് സിവിൽ സർവീസ് അക്കാദമി. ഈ അക്കാദമിയുടെ കീഴിൽ നടത്തപ്പെടുന്ന സിവിൽ സർവീസ് ക്ലബിൽ അംഗമായിരിക്കുന്ന ഓരോ വ്യക്തികളെയും ഒരു സൈക്കോമെട്രിക് ആപ്റ്റിറ്റ്യൂഡ് ടെസ്റ്റിലൂടെ കടത്തിവിടുകയും അതിലൂടെ വിദ്യാർത്ഥികളുടെ ജന്മസിദ്ധമായ കഴിവുകളെ തിരിച്ചറിയാൻ സഹായിക്കുകയും അതിലൂടെ തന്നെ ഒരു മികച്ച കരിയർ ലഭ്യമാക്കുകയും ആ വിദ്യാർത്ഥിയുടെ കഴിവിനനുസൃതമായ കഴിവിൽ ഒരു ജോലി കരിയർ ലഭ്യമാക്കാൻ ആവശ്യമായ സഹായം ചെയ്തൊക്കെയാണ് ആദ്യമായിട്ട് തന്നെ ചെയ്യുന്നത്. 2-3 കാര്യങ്ങളെക്കുറിച്ചും സാർ വ്യക്തമായിട്ട് പറയുന്നു. കരിയർ ഗൈഡൻസിനെ കുറിച്ചും ഒളിമ്പ്യാഡ്സിനെ കുറിച്ചും സ്കോളർഷിപ്പുകളെ കുറിച്ചും ഒക്കെ സാറ് പറയുന്നത്. ഇത് എങ്ങനെയാണ്
നടപ്പിലാവുക എന്ന കാര്യത്തെക്കുറിച്ച് ഒരു നല്ല സിവിൽ സർവീസ് അറ്റ്ലീസ്റ്റ് സാറ് പറഞ്ഞതുപോലെ ഒന്നിലധികം സിവിൽ സർവീസ് ഉദ്യോഗസ്ഥർ ഉണ്ടാവട്ടെ എന്ന് ആശംസിക്കുന്ന വാക്കുകൾ നടത്തുന്നു. നന്ദി, നമസ്കാരം. ഡോക്ടർ അലക്സാണ്ടർ IPS അവർ വേദിയിലിരിക്കുന്ന മറ്റ് വിശിഷ്ട വ്യക്തികളെ, ഏറ്റവും ആദരണീയരായ ഒന്നാം നമ്മൾ കൂട്ടായ്മയിൽ ഏറ്റവും പ്രിയപ്പെട്ടവരെ, പ്രിയ സ്റ്റാഫുകളെ, നമ്മുടെ ക്ഷണം സ്വീകരിച്ചുള്ള ഏറ്റവും സ്നേഹമുള്ളവരെ, അഭ്യുദയകാംക്ഷികളെ, ഏറ്റവും വാത്സല്യമുള്ളവരെ, വായന ജനത്തിന്റെ ഏറ്റവും മികച്ച സന്ദേശമാണ് അലക്സാണ്ടർ ജേക്കബ് സാർ നമുക്ക് നൽകിയത്. കൂടുതൽ ഒന്നും ഈ വൈകിയ വേളയിൽ നിങ്ങളോട് സംസാരിക്കാനായിട്ട് ആഗ്രഹിക്കുന്നില്ല. ഈ വായന ദിനം അവസാനിക്കുമ്പോൾ ഏറ്റവും മികച്ച വായനക്കാരായി തീരാൻ ഓരോരുത്തരും കഴിയട്ടെ എന്ന് ആശംസിക്കുന്നു, പ്രാർത്ഥിക്കുന്നു. നമുക്ക് ഏറ്റവും മികച്ച സൗകര്യങ്ങളാണ് ഈ വർഷം നമുക്ക് ലഭിച്ചിരിക്കുന്നത്. ലയൺസ് ക്ലബ്ബ് നമ്മുടെ സ്കൂളിനെ സമ്മാനിച്ചിട്ടുള്ള അലമാര, പുസ്തക അലമാര, ഏത് കുട്ടികൾക്കും ഏത് സമയത്തും വന്ന് വായിക്കാനുള്ള സൗകര്യം ഒരുക്കിയാണ് അവർ നമുക്ക് ഇതുപോലെ ഒരു വായനയുടെ ലോകത്തേക്ക് നമ്മളെ നയിക്കുക. അപ്പോൾ മറ്റ് ഏത് വായനാ ദിനത്തെക്കാളും അവിസ്മരണീയമായ ഈ വായനാ ദിനം ഏറ്റവും മനോഹരമാക്കിയ ഒന്നാണ് നമ്മൾ കൂട്ടായിരിക്കും. ലയൺസ് ക്ലബിനും നമ്മുടെ ഈ വിദ്യാലയത്തിന് പേരുള്ള നന്ദി അറിയിക്കുന്നു. ഒപ്പം അവരുടെ സ്നേഹസമ്മാനം സ്കൂളിന് സമ്മാനിച്ച അവരുടെ അലമാര തീർച്ചയായും നമ്മുടെ വരുംകാല വായനയ്ക്ക് ഉപകാരമായി തീരട്ടെ എന്ന് ആശംസിക്കുകയും പ്രാർത്ഥിക്കുകയും ചെയ്യുന്നു. എല്ലാവിധ ആശംസകളും നേർന്നുകൊണ്ടുവരുന്നു. നന്ദി. ബഹുമാനപ്പെട്ട ഈ യോഗത്തിന്റെ അധ്യക്ഷൻ ഫാദർ ആനിയച്ച ഹെഡ് മാസ്റ്റർ, ഇന്നത്തെ നമ്മുടെ വിശിഷ്ടാതിഥി ഡോക്ടർ അലക്സാണ്ടർ ജേക്കബ് സാർ, ഏറ്റവും സ്നേഹം നൽകുന്ന അധ്യാപകരെ, വിദ്യാർത്ഥിനികളെ, എൻ്റെ സുഹൃത്തുക്കളായിട്ട് എത്തിച്ചേർന്ന മാത്സ് സുഹൃത്തുക്കളായി, എനിക്ക് ഈ സ്കൂളിൽ കലപ്പെടുത്തേക്ക് ഞാൻ പഠിച്ചിരുന്ന വിദ്യാലയം എന്ന നിലയിൽ ഇവിടെ ചെയ്യുന്ന ഓരോ കാര്യങ്ങളും എൻ്റെ വീട്ടിൽ ചെയ്യുന്ന അതേ ഒരു മനോഭാവത്തോടു കൂടിയാണ് നമ്മൾ ചെയ്യുന്നത്. ഇവിടെ ഈ സ്കൂളിൽ നമ്മൾ കൊടുക്കുന്ന ഈ അലമാര നമ്മുടെ ലയൺസ് ക്ലബിന്റെ പൂർണ്ണമായ മേൽനോട്ടത്തിലായിരിക്കും നമ്മൾ ചെയ്യുന്നത്. ഈ അലമാരയിൽ നമ്മൾ പുസ്തകങ്ങൾ നിറച്ചു വയ്ക്കുകയും മാസം തോറും അത് മോണിറ്റർ ചെയ്ത് ഏതെങ്കിലും ഒരു പുസ്തകം ആരെങ്കിലും എടുത്തുകൊണ്ട് പോയാൽ, നിങ്ങൾക്ക് ആവശ്യമായ പുസ്തകം എടുത്തുകൊണ്ട് പോയാൽ പകരം തിരിച്ച് ഫില്ല് ചെയ്ത് എല്ലാ മാസവും അതിൻ്റെ മോണിറ്ററിങ്ങിനകത്ത് ഞങ്ങളുണ്ടാവും എന്ന് തീർച്ചയായിട്ടും അവസരത്തിൽ ഞാൻ ഉറപ്പ് തരികയാണ്. അതോടൊപ്പം തന്നെ നമ്മൾ ഇതിനു മുമ്പ് നടത്തിയ 1-2 പരിപാടികൾ സൂചിപ്പിക്കുകയാണ്. ലയൺസ് ക്ലബും ഒന്നാണ് നമ്മൾ കൂട്ടായ്മയോട് ചേർന്ന് കഴിഞ്ഞ വർഷം ഇവിടെ പള്ളിയിൽ അവിടെ കോമ്പൗണ്ടിൽ വെച്ച് ഒരു 200 പരം പേഷ്യന്റിന് ഒരു ഡയബറ്റിക് ക്യാമ്പ് നമ്മൾ സംഘടിപ്പിക്കുകയുണ്ടായി. ലയൺസ് ക്ലബിന്റെയും ബഹുമാനപ്പെട്ട യോഗത്തിന്റെ അധ്യക്ഷനായിരിക്കുന്ന സ്നേഹബഹുമാനായ നമ്മുടെ പരിപാടിയുടെ ഉദ്ഘാടനം നിർവഹിച്ച, എനിക്ക് മുമ്പ് പറഞ്ഞു പോയ ഒത്തിരി കാര്യങ്ങൾ പറഞ്ഞു. ഇത് ഞാൻ ഇനിയും പുനരാവർത്തിക്കാൻ നിൽക്കുന്നില്ല, കാരണം സമയം ഒത്തിരി വൈകിയിരിക്കുകയാണ്. ഇവിടെ ലയൺസ് ക്ലബും ഒന്നാം നമ്മൾ കൂട്ടായ്മയും കൂടി ചേർന്ന് ഇനി വായനാ ദിനവും മറ്റു പരിപാടികളും മറ്റു ക്ലബുകളുടെ ഉദ്ഘാടനവും എല്ലാവരും മനസ്സറിഞ്ഞ് ഗ്രൂപ്പുകളിൽ പ്രവർത്തിക്കുന്നത് ഇവിടെ നടന്ന ഈ പരിപാടികൾക്ക് എല്ലാവിധ ആശംസകളും വീടുകളിൽ എല്ലാവരെയും നമസ്കാരം. കൂടുതൽ ദീർഘിപ്പിക്കുന്നില്ല. അലക്സാണ്ടർ ജേക്കബ് സാറിൻ്റെ സംസാരം കേട്ട് ഇതിൻ്റെ വെളിച്ചത്തിൽ പ്രിയ മക്കളോടൊരു കാര്യം പറയുകയാണ്. ഈ ഒരു അലമാരയിൽ നിറയെ പുസ്തകങ്ങൾ നിറയ്ക്കും. ഞങ്ങൾ അടുത്ത വർഷം ഇതിൽ ഏറ്റവും കൂടുതൽ പുസ്തക രീതിയെടുത്ത് വായിക്കുന്ന ഒരു കുട്ടിക്ക്, അല്ലെങ്കിൽ 1, 2, 3 കുട്ടിക്ക് ഒരു അവാർഡ് നമ്മൾ ഒരുക്കുന്നതാണ്. അപ്പോൾ അത് ഈ പുസ്തകം വായിച്ച് ടീച്ചർമാർക്ക് ഇതിനൊരു കുറിപ്പ് എഴുതി കൊടുക്കണം. ആ കുറിപ്പിൻ്റെ അടിസ്ഥാനത്തിലായിരിക്കും നമ്മളൊരു അവാർഡ് നിശ്ചയിക്കുക. അപ്പോൾ ഈ അലമാരയുടെ പ്രയോജനം അങ്ങനെ ഉണ്ടാക്കണം എന്നൊരു ആഗ്രഹം ഇപ്പം കുറഞ്ഞിട്ടാണ്. അത് വേറെ പുസ്തകത്തിന് നീട്ടുന്നില്ല. അപ്പോൾ ഇപ്പോൾ സാറിൻ്റെ പുസ്തകം കേൾക്കുന്നത് വായനയിൽ കൂടെ എന്തെങ്കിലും പ്രയോജനം ഉണ്ടാകണമെങ്കിൽ ഇപ്പോൾ അലമാര എഴുതിയിട്ട് പുസ്തകം എഴുതിയിട്ട് കാര്യമില്ല. എല്ലാവരും ഇതിൽ നടത്തുന്ന പുസ്തകങ്ങൾ 1, 2 എടുത്ത് വായിച്ച്
ഓരോ മാസവും വായിച്ച് ടീച്ചറിന് അതിൻ്റെ കുറിപ്പ് കൊടുത്തിട്ട് ആ കുറിപ്പ് ഏറ്റവും കൂടുതൽ വായിക്കുന്ന ഒരാൾക്ക് ഞങ്ങളുടെ ഒരു സമ്മാനം അടുത്ത വർഷം ഞങ്ങൾ ഉണ്ടാകും. അത് ഇവിടെ പറയാൻ ആഗ്രഹിക്കുന്നു. ഇത് ഒരു രജിസ്റ്ററാണ്. ഇതിൽ നിന്ന് എടുത്തോണ്ട് പോകുന്ന പുസ്തകങ്ങൾ ഒരു നിയമങ്ങളുമില്ല. നിങ്ങൾക്ക് എടുത്തോണ്ട് പോകുന്ന പുസ്തകങ്ങൾ ഇതിൽ എഴുതാം. തിരിച്ചു ജോലി നോക്കുന്നത് 10ാം ക്ലാസ്സിന് ശേഷം ഞാൻ എല്ലാവരും ചെയ്യുന്നത് പോലെ എംപ്ലോയ്മെന്റ് എക്സ്ചേഞ്ചിലേക്കാണ് ഓടിപ്പോയത്. അവിടെ ആദ്യം ക്ലീൻ ചെയ്ത ജീവനക്കാരെ കണ്ടപ്പോൾ എനിക്ക് തോന്നി ഈ ജോലിയെങ്കിലും എനിക്കൊന്ന് കിട്ടിയാൽ മതിയല്ലോ എന്ന് വിചാരിച്ചാണ് ഞാൻ എൻ്റെ സർട്ടിഫിക്കറ്റുകളൊക്കെ അവിടെ രജിസ്റ്റർ ചെയ്തത്. പക്ഷെ എൻ്റെ ആഗ്രഹത്തിനപ്പുറം ഈ ഉന്നത പദവിയിൽ എത്തിക്കാനായിട്ട് ദൈവം എന്നെ സഹായിച്ചു. അതിന് ആദ്യം തന്നെ ഞാൻ നന്ദി പറയുന്നു. SLCക്ക് ശേഷം PDC, BCom, അതിൻ്റെ കൂടെ തന്നെ ഞാൻ ടൈപ്പ് റൈറ്റിംഗ് ഷോർട്ടായിട്ട് പിന്നെ PSC കൊണ്ടുവന്ന ഈ ആദരവ് എനിക്ക് നൽകിയ എൻ്റെ ഒന്നാം നമ്മൾ കൂട്ടായ്മയിലെ എല്ലാ കൂട്ടുകാർക്കും ഞാൻ നന്ദി പറയുന്നു. കൂടാതെ ഈ ആദരവ് എൻ്റെ ഹസ്ബൻഡിൻ്റെ സഹോദരനായ സാന്നിധ്യത്തിൽ ഉണ്ടാകാൻ സാധിച്ചില്ല. ഞാൻ അങ്ങേറ്റം സന്തോഷിക്കുന്നു. ഇത്രയും പറഞ്ഞുകൊണ്ട് എൻ്റെ വാക്കുകൾ നിർത്തുന്നു. നന്ദി, നമസ്കാരം. ബഹുമാന്യനായ അധ്യക്ഷൻ, ഞങ്ങളുടെ മാനേജർ അച്ഛൻ റവറൻ ഫാദർ ആന്റണി എരുമംഗലം, ഉദ്ഘാടനം നിർവഹിച്ച ഡോക്ടർ അലക്സാണ്ടർ സർ, ഈ പ്രോഗ്രാമിന്റെ കൺവീനറായിട്ടുള്ള ശ്രീ രണദേവ്, ഞങ്ങളുടെ PTA പ്രസിഡന്റ് ശ്രീ സാൻമോൻ ജോർജ്, അതുപോലെ തന്നെ ഒന്നാണ് നമ്മളുടെ കൂട്ടായ്മയിലെ എൻ്റെ എല്ലാ പ്രിയപ്പെട്ട അംഗങ്ങൾക്കും, എൻ്റെ പ്രിയപ്പെട്ട സഹപ്രവർത്തകർക്കും, പ്രിയപ്പെട്ട കുഞ്ഞുങ്ങൾക്കും നമസ്കാരം. നമ്മുടെ ഏകദേശം സ്കൂൾ ടൈം അവസാനിക്കുന്ന ഒരു സമയത്തിലേക്ക് എത്തി. നിങ്ങളെല്ലാവരും ഇരിക്കുന്നത് ഉച്ചയ്ക്ക് 2 മണി മുതൽ ഇരിക്കുന്നത് കൊണ്ട് കുറച്ച് അസ്വസ്ഥരാണെന്ന് ഞാൻ മനസ്സിലാക്കുന്നു. ഒരുപാട് ദീർഘിപ്പിക്കുന്നില്ല. എനിക്ക് മുൻപേ പറഞ്ഞു പോയ നല്ല വാക്കുകൾ നിങ്ങളെല്ലാവരും നന്നായി ശ്രമിച്ചിട്ടുണ്ട്. അത് ജീവിതത്തിൽ പാലിക്കേണ്ടതാണ്. ഒരൊറ്റ കാര്യം, ഒരു ചെറിയ ഉദാഹരണം, കേട്ടുപോയ ഒരു കാര്യം പറഞ്ഞുകൊണ്ട് ഞാനും എന്റെ കർത്തവ്യത്തിലേക്ക് കടക്കാം. വലിയൊരു സന്തോഷമൊക്കെ നൽകുന്നു. അത് ഇന്ന് ഈ ഏറ്റവും വിശിഷ്ടമായ ഈ വായനാ ദിനത്തിലായത് ഏറ്റവും അധികം സന്തോഷം തന്നെ. എന്റെ കർത്തവ്യത്തിലേക്ക് കടക്കുന്നു. ആദ്യമായിട്ട് ഒരിക്കൽ പോലും വിചാരിച്ചില്ല എന്റെ സ്കൂളിൽ എത്തിച്ചേർന്ന് നമുക്ക് മുൻപിൽ ഇങ്ങനെ ഒരു സന്ദേശം നൽകുമെന്ന്. സാറിന് ഹൃദയം നിറഞ്ഞ ആദരവിന്റെ ഭാഷയിൽ നന്ദി രേഖപ്പെടുത്തുന്നു. എല്ലാവർക്കും നന്ദി ഹൃദയത്തിന്റെ ഭാഷയിൽ, സ്നേഹത്തിന്റെ ഭാഷയിൽ നിങ്ങളുടെ ഓരോരുത്തരുടെയും പേരിൽ അർപ്പിക്കുന്നു. അതേപോലെ തന്നെ നമുക്ക് അനുമോദന പ്രസംഗം നൽകാനുള്ള ശ്രീ അനിൽകുമാർ. എല്ലാവരും എഴുന്നേറ്റ് നിൽക്കുക. ദേശീയ ഗാനമാണ്. पंजाब सिंधु गुजरात मराठा द्राविड उत्तर गंगा विंध्य हिमाचल यमुना गंगा उच्चल जलधि तरंगा.
മാറോടെണ്ട